പ്രോബ്ലം ഉണ്ട്. അപ്പൊ അതിനായിട്ട് ഞാൻ പോവാണ്. അങ്ങോട്ട് മാറി വാ 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 പോരെ. എല്ലാം സൂപ്പറായിരുന്നു. കിട്ടത്തില്ലടാ. അറിയാം വഴിയറിയാം. ഞാൻ എന്തായാലും നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. കുറച്ച് ഇങ്ങനെ ഓക്കെ അല്ല. കാരണം എല്ലാവരായിട്ട് കണ്ടാലും സന്തോഷം. നിങ്ങളൊക്കെ വരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ അവിടെ ഞാൻ ഇത് പറഞ്ഞായിരുന്നു. ഞാൻ സാധാരണ കുട്ടിയാണ് വിളിക്കൊക്കെ വരുമ്പോ ഞാൻ എന്താ പറയാ, ഞാൻ അത്ര വലിയ ആണെന്നൊന്നുമില്ല. കുറെ സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ കോമണറായിട്ട് കയറി വന്നാണ് രാമത്തെ നിൽക്കാൻ പറ്റി. അതിൽ തന്നെ വലിയ സന്തോഷം. പോട്ടെ. കൊടുക്കട്ടെ. പോട്ടെ. ഇല്ലില്ല, അങ്ങനെ ഒരു അടി ഉണ്ടായിട്ടില്ല. പോട്ടെ. എല്ലാവരും കണ്ടതിൽ സന്തോഷം. ഞങ്ങളോട് കുറെ നേരമായി വെയിറ്റ് ചെയ്തിരിക്കണം. 4 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും വെയിറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാന്ന് എല്ലാവരും വരും. ആരും പൈസ തരാന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. കുറച്ചേരം നിൽക്കാലോ. 5 മിനിറ്റ് വന്നിട്ട് ഓ ഉറപ്പായിട്ടും. നന്ദന, ശരിക്കും നന്ദന എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റി ബാക്ക്ഗ്രൗണ്ടോ ഒരു PR വർക്കുകളോ ഒന്നുമില്ലാതെ ബിഗ് ബോസിനകത്തേക്ക് കയറിയാണ്. ഇപ്പൊ 80 ദിവസത്തോളം 70-75 ദിവസത്തോളം അവിടെ നിന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ്? ബിഗ് ബോസ് അടിപൊളിയാണ്, സൂപ്പറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ബിഗ് ബോസ് എന്ന് പറയുന്ന നമ്മുടെ ലോകം. നിങ്ങളത് അതിന്റെ ഉള്ളിൽ അനുഭവിച്ച്, ഞാൻ പുറത്തുനിന്ന് കണ്ട ഒരു വ്യക്തിയാണല്ലോ. പക്ഷെ നമ്മൾ അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആണ്. അടിപൊളിയാണ്.